ഇന്നൊരു കടലപ്പരിപ്പ് പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 300 ഗ്രാം കടലപ്പരിപ്പ് കഴുകി കുക്കറിനകത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ കടലപ്പരിപ്പ് വെന്തത് ഇവിടെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നെയ്യ് ചേർക്കാം. ഇതിലേക്ക് ഞാൻ 2 തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2ാം പാലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. 1ാം പാൽ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ. പ്രഥമൻ ഒന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചുക്ക, ഏലക്ക, ജീരകം 1 ടേബിൾ സ്പൂൺ അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നെയ്ക്കകത്ത് വഴറ്റിയ അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും മുന്തിരിങ്ങായും കൂടെ ഇട്ട് കൊടുക്കാം.